സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത് തെലങ്കാന PCC തന്നെയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. തെലങ്കാനയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് സോണിയാഗാന്ധി ജനവിധി തേടണമെന്നാണ് രേവന്ത് റെഡ്ഡി സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് തന്നെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒപ്പം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ഒരു നിർദ്ദേശവും രേവന്ത് റെഡ്ഡി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും. അനൂപ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സിദ്ദിഖിൻ്റെ പേര് ആലപ്പുഴയിൽ പറഞ്ഞേൽക്കുന്നതാണ് അമൽ പറഞ്ഞ വാർത്ത. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രേവന്ത് റെഡ്ഡി സോണിയാഗാന്ധിയെ തെലങ്കാനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചർച്ചകൾ വളരെ സജീവമാണ്. അതിൽ എന്തെങ്കിലും ഒരു യെസ് മൂളൽ സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കണോ? സാധ്യത കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ നിലവിൽ വയനാട്ടിലാണ് MP ആയിട്ടുള്ളത്. ഒരുപക്ഷെ വീണ്ടും അവിടുന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ എങ്ങനെ ഗുണം ചെയ്യുമോ ദോഷമാകുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിനകത്തുണ്ട്. പ്രധാനമായും ഇപ്പോൾ കഴിഞ്ഞ ഒരു പാർലമെന്റ് സമ്മേളനത്തിനൊക്കെ ശേഷം ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന നിലയിൽ പലതരത്തിലുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ് എന്ന ആക്ഷേപം പലതരത്തിൽ BJP ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ തെലങ്കാനയിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നു തുടങ്ങിയിട്ടുള്ളൊരു ചിത്രം വരുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധി മത്സരിക്കാതെ, അഥവാ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ഗാന്ധി കുടുംബത്തിലെ മറ്റാരെങ്കിലും മത്സരിക്കണമെന്നും രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധി എങ്കിലും മത്സരിക്കണമെന്ന ആവശ്യമാണ്. എന്തായാലും അക്കാര്യത്തിൽ വിശദമായൊരു ചർച്ച കോൺഗ്രസിനകത്ത് നടക്കും. സോണിയാഗാന്ധി എന്തായാലും തെലങ്കാനയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക.